നോളജ് ഫാക്ടറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഈ വീഡിയോയില് നമ്മുടെ CPO, WCPO, IRBക്ക് ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു ആദ്യത്തെ മോക്ക് ടെസ്റ്റ് ആണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിനകത്തൊരു 15 ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ച നമ്മുടെ BNSന്റെ ആദ്യത്തെ ആ ഒരു ഭാഗവും അതുപോലെ തന്നെ ജനറൽ എക്സെപ്ഷൻസുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു മോക്ക് ടെസ്റ്റ് ആണ്. അപ്പോ തീർച്ചയായിട്ടും നമ്മുടെ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നവരോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഈ പറയുന്ന മോക്ക് ടെസ്റ്റിൽ എത്ര മാർക്ക് 15ൽ ഔട്ട് ഓഫ് 15 നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നുള്ള കാര്യം തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ തയ്യാറായിട്ടിരിക്കുക. കയ്യിലൊരു പേപ്പറും പേനയായിട്ടിരിക്കുക. അതിപ്പോ നിങ്ങൾക്ക് കിട്ടുന്ന ഇപ്പൊ 2 മാർക്ക് ആയിക്കോട്ടെ, 10 മാർക്ക് ആയിക്കോട്ടെ, ഇനിയിപ്പോ ഫുള്ള് കിട്ടിയ 15 ആയിക്കോട്ടെ, എത്ര ആയാലും തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് ഇടുക കേട്ടോ. അപ്പൊ നമുക്ക് ഓരോ മോക്ക് ടെസ്റ്റ് കഴിയുമ്പോഴും നിങ്ങളുടെ ഇംപ്രൂവ്മെന്റ് എന്ത് ചെയ്യാം, ഈ പറയുന്ന കമന്റ്സിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങളുടെ കൂട്ടുകാരുടെ ഇംപ്രൂവ്മെന്റ്സ് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ ആ ഒരു രീതിയിൽ തന്നെ പഠിച്ച് മുന്നോട്ട് പോവുക. അപ്പോ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: 7 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ചെയ്യുന്നതൊന്നും കുറ്റകരമല്ല എന്ന് പ്രതിപാദിക്കുന്ന BNSലെ വകുപ്പ് ഏതെന്നാണ് ചോദ്യം കേട്ടോ. അപ്പൊ ഞാൻ ഇതിന്റെ എക്സ്പ്ലനേഷനിലോട്ടൊന്നും പോകുന്നില്ല, കാരണം നമ്മളിത് ഓൾറെഡി ഒരുപാട് തവണ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങളാണ്. അപ്പോ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾക്ക് കിട്ടി എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഉത്തരം എഴുതിയല്ലോ? ഓക്കെ, അപ്പൊ ഞാൻ ഈ ഒരു ടൈമേ നിങ്ങൾക്ക് തരത്തുള്ളൂ. അപ്പോൾ സമയം കൂടുതൽ ആവശ്യമുള്ളവർ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ ഒന്ന് പോസ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഉത്തരം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. നമുക്കറിയാം സെക്ഷൻ 20 ആണ് അല്ലെ. BNSലെ സെക്ഷൻ 20 ആണ് എന്ത് ചെയ്യുന്നത്, 7 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. BNSലെ സെക്ഷൻ 20 ആണ്. ഓപ്ഷൻ എ എഴുതിയവർക്ക് അതിനകത്ത് ശരി ഉത്തരം കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. മരണം സംഭവിപ്പിക്കണമെന്നുള്ള ഉദ്ദേശമില്ലാതെ ഒരാളുടെ ഗുണത്തിന് വേണ്ടി അയാളുടെ സമ്മതപ്രകാരം ചെയ്യുന്ന പ്രവൃത്തിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന BNSലെ വകുപ്പ് ഏതാണ്? ശ്രദ്ധിക്കുക, മരണം സംഭവിപ്പിക്കണമെന്ന് പറയുന്ന ഉദ്ദേശമില്ലാതെ ഒരാളുടെ ഗുണത്തിന് വേണ്ടി അയാളുടെ സമ്മതപ്രകാരം ചെയ്യുന്ന അല്ലെങ്കിൽ ഉത്തമ വിശ്വാസത്തോടുകൂടി ചെയ്യുന്ന പ്രവൃത്തിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന BNSലെ വകുപ്പ് ഏതെന്നാണ് നമ്മുടെ ചോദ്യം. ഉത്തരം കിട്ടിയോ? ഉത്തരം കിട്ടി എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. ഞാൻ ഉത്തരത്തിലേക്ക് കടക്കുന്നു. ഓപ്ഷൻ ബി ഈസ് ദി കറക്റ്റ് ആൻസർ. രണ്ടാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അടുത്ത നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. BNSലെ സെക്ഷൻ 30 പ്രകാരം ഒരാൾ ചെയ്യുന്ന പ്രവൃത്തി കുറ്റകരമല്ലാതെ ആകുന്ന സാഹചര്യങ്ങളിൽ ശരിയായത് ഏതാണ്? ഇതിനകത്തൊരു 4 സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്. ഏതാണ് ആ സാഹചര്യം എന്നാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത് കേട്ടോ. BNSലെ സെക്ഷൻ 30 പ്രകാരം ഒരാൾ ചെയ്യുന്ന പ്രവൃത്തി കുറ്റകരമല്ലാതാകുന്ന സാഹചര്യങ്ങളിൽ ശരിയായത് ഏതെന്നാണ് നമ്മുടെ മൂന്നാമത്തെ ചോദ്യം. ഒന്ന് വായിച്ചു നോക്കിയേ. ഒന്നാമത്തെ ഓപ്ഷനിൽ പറയുന്നത് ഒരാളുടെ നന്മയ്ക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യേണ്ടി വരികയും എന്നാൽ ആ വ്യക്തിക്ക് തന്റെ സമ്മതം പ്രകടിപ്പിക്കാൻ പറ്റാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ ഒരാളുടെ ഗുണത്തിനായി നിയമാനുസൃതമായ സംരക്ഷണ ചുമതലയുള്ള രക്ഷകർത്താവോ മറ്റേതെങ്കിലും ആളോ ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യാം, ആ ഒരു വ്യക്തി ചെയ്യുന്ന ഒരു കാര്യം കുറ്റകരമായി തീരത്തില്ല. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കിയേ. ഒരാളുടെ ഗുണത്തിനായി ഉത്തമ വിശ്വാസത്തോടു കൂടി അയാളുടെ സമ്മതം കൂടാതെ ഒരു പ്രവൃത്തി ചെയ്യുന്നതാണെങ്കിൽ അത് കുറ്റകരമാകുന്നില്ല. നാലാമത്തെ ഓപ്ഷൻ ഇവയെല്ലാം എന്നാണ് പറയുന്നത്. അപ്പോ ഒന്ന് റാഡിക്കൽ ആയിട്ട് ഒന്ന് കറക്റ്റ് ആയിട്ട് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഇതിന്റെ ഉത്തരം കിട്ടും അല്ലെ. അപ്പൊ നമുക്ക് എന്തായാലും ഉത്തരത്തിലേക്ക് പോകാമല്ലോ. 4 ഓപ്ഷൻസ് നിങ്ങൾ കണ്ടു എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പൊ ഉത്തരം കിട്ടി എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. നമുക്കറിയാം ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? ഒരാളുടെ നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യം ചെയ്യേണ്ടി വരികയും ആ വ്യക്തിക്ക് തന്റെ സമ്മതം പ്രകടിപ്പിക്കാൻ പറ്റാതിരിക്കുകയും ചെയ്താലും നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണെങ്കിൽ അത് ശരിയാണ് അല്ലെ. രണ്ടാമത്തെ ആണെങ്കിലോ ഒരാളുടെ ഗുണത്തിനായി ഒരാളുടെ ഗുണത്തിന് വേണ്ടിയിട്ടാണ് അല്ലെ, ഒരാളുടെ ഗുണത്തിനായി നിയമാനുസൃതമായ സംരക്ഷണ ചുമതല ഇല്ലാത്തതായ ഒരു അവസ്ഥയാണെങ്കിൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാം, ചെയ്യുന്നത് ശരി തന്നെയാണ്, അത് കുറ്റമായിട്ട് തീരത്തില്ല. സമ്മതം അല്ലെങ്കിൽ ഒരാളുടെ ഗുണത്തിനായി ഉത്തമ വിശ്വാസത്തോടു കൂടി അയാളുടെ സമ്മതം കൂടാതെ ഒരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിലും അതിന്റെ എന്ത് തന്നെയാണ്, കുറ്റകരമല്ലാത്തൊരു അവസ്ഥ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. ഇവയെല്ലാം എന്തുവരും, ഉത്തരമായിട്ട് വരും അല്ലെ. അപ്പൊ നമ്മുടെ ചോദ്യം എന്തായിരുന്നു? താഴെ പറയുന്നവയിൽ BNSലെ സെക്ഷൻ 30 പ്രകാരം ഒരാൾ ചെയ്യുന്ന പ്രവൃത്തി കുറ്റകരമല്ലാതാകുന്ന സാഹചര്യങ്ങൾ ചോദിച്ചാൽ ഈ പറയുന്ന 3 സിറ്റുവേഷൻസ് എന്താണ്, കുറ്റകരമല്ലാത്ത സിറ്റുവേഷൻസ് തന്നെയാണ് അല്ലെ. അപ്പൊ ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് വേറെ ഡൗട്ട്സും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. നാലാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാൻ. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഒരു കൃത്യം ചെയ്യുന്ന സമയത്ത് ചിത്തഭ്രമമായി അല്ലെങ്കിൽ ചിത്തഭ്രമം കാരണമായി ആ കൃത്യത്തിന്റെ സ്വഭാവമോ താൻ ചെയ്തത് തെറ്റാണോ അല്ലെങ്കിൽ ശരിയാണോ എന്നുള്ള ഒരു ചിന്താശേഷി ഇല്ലാത്ത ഒരാൾ ചെയ്യുന്ന യാതൊന്നും കുറ്റകരമല്ല എന്ന് പ്രതിപാദിക്കുന്നത് ഏത് വകുപ്പാണെന്നാണ് ചോദ്യം. ഉത്തരം മനസ്സിലായോ? ചോദ്യം മനസ്സിലായല്ലോ. ചിത്തഭ്രമമുള്ള ഒരു വ്യക്തി ചെയ്യുന്ന കാര്യങ്ങൾ
കുറ്റകരമല്ല എന്ന് പ്രതിപാദിക്കുന്ന BNS-ലെ വകുപ്പ് ഏതെന്നാണ് ചോദ്യം. ഉത്തരം കിട്ടിയോ? 20, 21, 22 ഇവയൊന്നും അല്ല എന്ന് പറയുന്നുണ്ട്. ഏതാണ് നാലാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ് അല്ലെ. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. നമുക്കറിയാം BNS-ലെ സെക്ഷൻ 22 ആണ് എന്ത് ചെയ്യുന്നത്? ചിത്തഭ്രമമുള്ള ഒരു വ്യക്തി ചെയ്യുന്ന കാര്യത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത് സെക്ഷൻ 22 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. അതിനു മുന്നേ വീഡിയോ കാണുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക? ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ കാണുന്ന ആരെങ്കിലും വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക? വീഡിയോ ലൈക്ക് ചെയ്യുകയും ഇനി ഇതുപോലെ മോഡൽ എക്സാംസും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആ കാര്യം കൂടി നിങ്ങളൊന്ന് അറിയിക്കുകയും ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവരും നിങ്ങളുടെ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്തോണം. അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. ഒരാളുടെ ഗുണത്തിനായി സമ്മതം കൂടാതെ ഉത്തമ വിശ്വാസപൂർവ്വം ചെയ്യുന്ന കൃത്യത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതാണ്? സിമ്പിൾ ആണല്ലേ. എന്താണ്? ഒരാളുടെ ഗുണത്തിനായിട്ട് സമ്മതം കൂടാതെ ഉത്തമ വിശ്വാസപൂർവ്വം ചെയ്യുന്ന കൃത്യത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏത് എന്നാണ് നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം. കിട്ടിയോ ഉത്തരം? സിമ്പിൾ ആണ്, അധിക സമയം ഞാൻ എടുക്കുന്നില്ല. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം അല്ലെ. നമുക്കറിയാം, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത മാറ്റർ തന്നെയാണ്. BNS-ലെ സെക്ഷൻ 30 ആണ് അല്ലെ. BNS-ലെ സെക്ഷൻ 30 ആണ്. അപ്പൊ ആറാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. അതിന് മുന്നേ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. നിങ്ങൾക്കറിയാം, നമ്മുടെ ചാനലില് CPOയുടെയും അതുപോലെ തന്നെ നമ്മുടെ WCPOയുടെയും ക്ലാസ് ബാച്ചുകൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ബാച്ചിനകത്ത് നിങ്ങൾക്ക് ഈ പറയുന്ന എക്സാംസും അല്ലെങ്കിൽ ഇതിൽ കൂടുതലുള്ള ക്വസ്റ്റ്യൻസ്, നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഈ പറയുന്ന യൂട്യൂബ് വഴി പ്രൊവൈഡ് ചെയ്യുന്നത്. ബാക്കിയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഈ പറയുന്ന സാധ്യതാ ചോദ്യങ്ങളെല്ലാം ഈ മുതൽ നമ്മുടെ ബാച്ചുകളിലേക്ക് നമ്മൾ കൊടുക്കുന്നതായിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനുള്ള നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിലേക്ക് നിങ്ങൾ കോൾ ചെയ്യരുത്. ആ നമ്പറിൽ വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇടുകയോ CPO എന്നൊരു മെസ്സേജ് ഇടുകയോ അല്ലെങ്കിൽ ആ സെയിം നമ്പറിൽ തന്നെ പേയ്മെന്റ് ചെയ്തിട്ട് 600 രൂപയാണ് പേയ്മെന്റ് ചെയ്തിട്ട് അതേ നമ്പറിൽ തന്നെ എന്ത് ചെയ്യുക? വാട്സപ്പിലെ പേയ്മെന്റിന്റെ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യുകയും ചെയ്താൽ നിങ്ങൾക്ക് ഈ പറയുന്ന ക്ലാസ്സുകളുടെയൊക്കെ നോട്ട്സും അതിന്റെയൊക്കെ മെറ്റീരിയൽസും മോഡൽ എക്സാംസും മോക്ക് ടെസ്റ്റുകളും ഒക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും വർക്കൗട്ടുകളും ഒക്കെ നമുക്ക് ഈ പറയുന്ന ബാച്ചുകളിൽ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇനിയും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. അല്ല, നിങ്ങൾക്കിപ്പോ എല്ലാ എക്സാംസും ഉണ്ട്. ഈ പറയുന്ന പോലീസ് ഉണ്ട്, എക്സൈസ് ഉണ്ട്, ഫയർഫോഴ്സ് ഉണ്ട്, അടുത്ത് വരാൻ പോകുന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ നിങ്ങൾക്ക് എഴുതാൻ താല്പര്യമുണ്ട്, പറ്റും എന്നൊക്കെ ഉള്ളവർ എന്ത് ചെയ്യുക? ഫോഴ്സ് 2025 എന്ന് പറഞ്ഞ ഈ ഒരു കമ്പൈൻഡ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്താൽ അതിനുള്ള ബെനിഫിറ്റുകൾ എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവും. 999 രൂപയാണ് പേയ്മെന്റ് എന്ന് പറയും. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം കഴിഞ്ഞു ആറാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. പൊതുവായ ഒഴിവാക്കലുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന BNS-ലെ അധ്യായം ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്? ചാപ്റ്റർ ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്? ഒന്ന് നോക്കിയേ, ഇതിനകത്ത് 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അധ്യായം 2, 3, 4, 5. ഏതിനകത്താണ് പൊതുവായ ഒഴിവാക്കലിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? ആറാമത്തെ ചോദ്യം കിട്ടിയോ? പൊതുവായ ഒഴിവാക്കലാണ്, ജനറൽ എക്സെപ്ഷൻസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന BNS-ന്റെ ചാപ്റ്റർ ഏത് എന്നാണ് ചോദ്യം. ഉത്തരം കിട്ടിയല്ലോ. സിമ്പിൾ അല്ലേ? നമുക്കറിയാം, നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ്. ചാപ്റ്റർ അധ്യായം 3 ആണ് അല്ലെ. അധ്യായം 3-നകത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പൊതുവായ ഒഴിവാക്കലുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് അധ്യായം 3-നകത്താണ് അല്ലെ. അപ്പൊ ഓപ്ഷൻ ബി എഴുതിയവർക്ക് ഇതിനകത്ത് ശരി ഉത്തരം കിട്ടുന്നുണ്ട്. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാൻ നമ്മുടെ ഏഴാമത്തെ ചോദ്യം, BNS നിലവിൽ വന്നത് എന്നാണ്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് അറിയാം. BNS അല്ലെങ്കിൽ ഭാരതീയ ന്യായ സംഹിത നിലവിൽ വന്നത് എന്നാണ്? ജനുവരി 1, 2023 ജനുവരി 1 ആണോ, ജൂലൈ 15 ആണോ, ഓഗസ്റ്റ് 15 ആണോ, ജൂലൈ 1 ആണോ എന്നാണ് ഈ പറയുന്ന BNS 2003 നിലവിൽ വന്നത്? കിട്ടിയോ? നമുക്കറിയാം 2024 അല്ലെ. 2024 ജൂലൈ 1, 2024 ജൂലൈ 1-നാണ് എന്ത് ചെയ്യുന്നത്? ഭാരതീയ ന്യായ സംഹിത നിലവിൽ വരുന്നത് 2024 ജൂലൈ 1-നാണ്. ഓപ്ഷൻ ഡി ആണ് അതിന്റെ ശരി ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. നമ്മുടെ എട്ടാമത്തെ ചോദ്യം, BNS-ലെ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചത് ആരാണ്? ഭാരതീയ ന്യായ സംഹിതയുടെ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചത് ആരാണ്? മാർക്കുകൾ കാൽക്കുലേറ്റ് ചെയ്ത് പോകുന്നുണ്ടല്ലോ അല്ലെ. അപ്പോ ഭാരതീയ ന്യായ സംഹിതയുടെ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചത് ആര് എന്നാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. ഉത്തരം കിട്ടിയോ? പാർലമെന്റിൽ ആരാണ് അവതരിപ്പിച്ചത്? ഭാരതീയ ന്യായ സംഹിതയുടെ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചത് ആരാണ്? കിട്ടിയല്ലോ. ഉത്തരത്തിലേക്ക് കടക്കുന്നു. ഓപ്ഷൻ എ നമുക്കറിയാം, അമിത്ഷായാണ് അല്ലെ. അമിത്ഷായാണ് പാർലമെന്റിൽ അവതരിപ്പിക്കുന്നത്. ഓപ്ഷൻ എ ഇസ് ദി കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഭാരതീയ ന്യായ സംഹിതയിലെ എത്രാമത്തെ വകുപ്പിലാണ് നിയമവുമായി ബന്ധപ്പെട്ട വിവിധ പദങ്ങളുടെ നിർവചനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഭാരതീയ ന്യായ സംഹിതയുടെ എത്രാമത്തെ വകുപ്പിലാണ് നമ്മുടെ ഈ പറയുന്ന നിയമവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള വിവിധ പദങ്ങളുടെ നിർവചനം? കേട്ടോ, ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നിയമവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള വിവിധ പദങ്ങളുടെ നിർവചനം എന്നാണ്. പദങ്ങൾ. ഓക്കെ, പദങ്ങളുടെ
പദങ്ങളുടെ നിർവചനം. അറിയാന്നുള്ളൊരു ഉത്തരം പറഞ്ഞേ. പദങ്ങളുടെ ഈ പറയുന്ന നിർവചനം, അതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന BNSന്റെ സെക്ഷൻ ഏതാണെന്ന് അറിയാമോ? കിട്ടിയോ? 9ാമത്തെ ചോദ്യം സെക്ഷൻ 2 കേട്ടോ. ഓപ്ഷൻ ഡി എഴുതുന്നവർക്കാണ് ശരി ഉത്തരം. സെക്ഷൻ 2 എന്ത് ചെയ്യുന്നത്? BNSുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള വിവിധ പദങ്ങളുടെ നിർവചനത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത് സെക്ഷൻ 2. നല്ലൊരു ചോദ്യമാണ്. അടുത്ത ചോദ്യം 10ാമത്തെ ചോദ്യമാണ്. ഭാരതീയ ന്യായ സംഹിതയിലെ ഏത് വകുപ്പിലാണ് പ്രമാണം അല്ലെങ്കിൽ ഡോക്യുമെന്റ് എന്ന് പറയുന്ന വാക്കിന്റെ നിർവചനത്തെ കുറിച്ചിട്ടുള്ളത്? നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അല്ലെ. പ്രമാണം അല്ലെങ്കിൽ ഡോക്യുമെന്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന BNSന്റെ സെക്ഷൻ ഏതെന്നാണ് ചോദ്യം. ഉത്തരം അറിയാമോ? നമ്മളെ സെക്ഷന്റെ രണ്ടാമത്തെ സെക്ഷന്റെ സബ് ക്ലോസ് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചതാണ് ഡോക്യുമെന്റ്സ്. ഉത്തരം കിട്ടിയോ? ഓപ്ഷൻ ഇതിൽ എ ആണ്. ഇത് എ ആണ്, ഇത് ബി, ഇത് സി, ഇത് ഡി. ഉത്തരം അറിയാമോ? 2ൽ 8 ആണ് അല്ലെ. 2ൽ 8. ഓപ്ഷൻ സി ഇസ് ദി കറക്റ്റ് ആൻസർ. 2ൽ 8 ആണ് കേട്ടോ. അപ്പോ ഭാരതീയ ന്യായ സംഹിതയിലെ ഏത് വകുപ്പിലാണ് പ്രമാണം അല്ലെങ്കിൽ ഡോക്യുമെന്റ് എന്ന് പറയുന്നതിന്റെ നിർവചനം കൊടുത്തിട്ടുള്ളതെന്ന് ചോദിച്ചാൽ 2ൽ 8 ആണ്. ഓപ്ഷൻ സി ഇസ് ദി കറക്റ്റ് ആൻസർ. ഓക്കെ. അടുത്ത ചോദ്യം നമ്മുടെ 11ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ഒരു കുറ്റം ചെയ്ത ഒരു വ്യക്തിക്കോ കുറ്റം ചെയ്തതായി സംശയിക്കുന്ന വ്യക്തിക്കോ നിയമപരമായ അറസ്റ്റിൽ നിന്നും മറ്റും ഒഴിവാക്കുന്നതിനായി ഏതെങ്കിലും തരത്തിലുള്ള സഹായം നൽകുന്നതിനെ കുറിച്ച് സൂചിപ്പിക്കാൻ സെക്ഷൻ 2ൽ 13 ഉപയോഗിക്കുന്ന പദം ഏത് എന്നാണ് ചോദ്യം അല്ലെ. എന്താണ് ചോദ്യം? ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഏതെങ്കിലും കുറ്റം ചെയ്തതോ അല്ലെങ്കിൽ നിയമാനുസൃതമായി അറസ്റ്റിൽ നിന്നും മറ്റും ഒഴിവാക്കുന്നതായിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യക്തിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു സഹായം കൊടുക്കുന്നതുമായി ബന്ധപ്പെടുത്തിയിട്ട് BNSലെ സെക്ഷൻ 2ൽ 13 പറഞ്ഞിട്ടുള്ള വകുപ്പ് അല്ലെങ്കിൽ പദം ഏതെന്നാണ് ചോദ്യം. ഷെൽട്ടർ എന്നാണോ, ഹാർബർ എന്നാണോ, സേഫ് ഗാർഡിംഗ് എന്നാണോ, സെൽഫ് ഡിഫൻസ് എന്നാണോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. സെക്ഷൻ 2ൽ 13 ഈ പറയുന്ന കുറ്റകൃത്യങ്ങൾ നടത്തുന്ന വ്യക്തിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഒരു വ്യക്തിക്ക് സഹായം ചെയ്യുകയാണെങ്കിലോ അതിനെ നമ്മൾ പറയുന്ന വാക്കെന്താണ്? ഉത്തരം കിട്ടി എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഞാനിതാ ഉത്തരത്തിലേക്ക് കടക്കുന്നു. ഓപ്ഷൻ ബി ഇസ് ദി കറക്റ്റ് ആൻസർ. എന്താണ്? ഹാർബർ എന്നാണ് അല്ലെ. ഹാർബർ എന്നോ അല്ലെങ്കിൽ എന്താണ് അഭയം നൽകലെന്നോ എന്നൊക്കെയാണ് നമ്മൾ അതിനെ പറയുന്നത് അല്ലെ. അപ്പൊ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. സെക്ഷൻ 2ൽ 13 പറയുന്നത് ഹാർബറിംഗ് അല്ലെങ്കിൽ എന്താണ്? അഭയം നൽകൽ. ഓക്കെ. അടുത്ത ചോദ്യം നമ്മുടെ 12ാമത്തെ ചോദ്യം. ഒരു കൂട്ടം ആൾക്കാർ ചേർന്ന്, ശ്രദ്ധിക്കുക, ഒരു കൂട്ടം ആളുകൾ ചേർന്ന് ഒരു കുറ്റകൃത്യം ചെയ്താൽ ഓരോ വ്യക്തിയും സ്വയം ആ കുറ്റകൃത്യം ചെയ്താൽ ലഭിക്കുന്ന അതേ ശിക്ഷയ്ക്ക് വിധേയരാകുന്നതാണ് എന്ന് പ്രസ്താവിക്കുന്നത് നിയമത്തിലെ ഏത് വകുപ്പിലാണ്? നല്ല ചോദ്യമാണേ. നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഒരു കൂട്ടം ആൾക്കാർ ചെയ്യുന്ന ഒരു കുറ്റകൃത്യം ചെയ്താൽ ആ കൂട്ടത്തിലുള്ള ഓരോരുത്തരും ഇൻഡിവിജ്വൽ ആയിട്ട് എന്ത് ചെയ്യും? ആ കുറ്റകൃത്യം ചെയ്തതായിട്ട് തന്നെ കണക്കാക്കപ്പെടും. അങ്ങനെ തന്നെ കണക്കാക്കിക്കൊണ്ട് ഓരോ വ്യക്തിക്കും ആ ശിക്ഷ കൊടുക്കും എന്ന് പറയുന്ന ഈ പറയുന്ന BNSലെ വകുപ്പ് എന്നാണ് ചോദ്യം. ഓക്കെ. 4 ഓപ്ഷൻസ് ഉണ്ട്. 4 ഓപ്ഷൻസ് നിങ്ങൾ കണ്ടു എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. 12ാമത്തെ ചോദ്യമാണ്. ഉത്തരം പെട്ടെന്ന് എഴുതുക. കിട്ടിയോ? നമ്മൾ പറഞ്ഞു, നമ്മളിത് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. നിങ്ങൾക്ക് ഉത്തരം കിട്ടിയെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, ഒരു കൂട്ടം ആൾക്കാർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ അത് എത്ര ആൾക്കാരെന്നാണ് പറയുന്നത്? ഒരു 3-4-5 പേര് അല്ലെ. നമ്മൾ ആ ഒരു രീതിയിലാണ് പറഞ്ഞത് അല്ലെ. ഒരു 3-4-5 പേരാണ് എന്ത് ചെയ്യുന്നത്? ഒരു കൂട്ടം ആൾക്കാരെന്ന് പറയുമ്പോൾ ഈ രീതിയിൽ പറയണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു കൂട്ടം ആൾക്കാരെന്ന് പറയുമ്പോൾ നമ്മൾ അതിന് എന്ത് പറയും? 3-4-5 ആൾക്കാരെന്നാണ് പറയുന്നത് അല്ലെ, സ്വാഭാവികമായിട്ട്. അപ്പൊ നമ്മൾ അതിന് എന്താ പറയേണ്ടത്? 3-ൽ 5 എന്നാണ് പറയേണ്ടത് അല്ലെ. ഒരു കൂട്ടം ആളുകൾ ചേർന്ന് ഒരു കുറ്റകൃത്യം ചെയ്താൽ അതിനെ നമ്മൾ എന്ത് പറയും? സെക്ഷൻ 3-ൽ 5 അല്ലെ. 3-ൽ 5. അതിൽ ഓരോ ആൾക്കാരും ആ പറയുന്ന കുറ്റകൃത്യം ചെയ്തതായി കൺസിഡർ ചെയ്തുകൊണ്ട് ആ ശിക്ഷ അവർക്ക് കൊടുക്കുമെന്നാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന BNSലെ സെക്ഷൻ 3-ൽ 5 പ്രതിപാദിക്കുന്നത്. ഓക്കെ ആണ് എന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. നമ്മുടെ 13ാമത്തെ ചോദ്യം. ജഡ്ജിക്ക് നൽകപ്പെട്ട ഏതെങ്കിലും അധികാരം നീതിന്യായപരമായി പ്രവർത്തിക്കുമ്പോൾ ന്യായാധിപൻ ചെയ്യുന്നത് കുറ്റകരമല്ല എന്ന് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? അറിയാമോ? നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അല്ലെ. ജഡ്ജിക്ക് നൽകപ്പെട്ട ഏതെങ്കിലും ഒരു അധികാരം നീതിന്യായപരമായിട്ട് ആ ജഡ്ജി പ്രവർത്തിപ്പിക്കുമ്പോഴത്തേക്കും ന്യായാധിപൻ ചെയ്യുന്ന യാതൊന്നും കുറ്റകരമല്ല എന്ന് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 12 ആണോ, 13 ആണോ, 14 ആണോ, 15 ആണോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഉത്തരം കിട്ടി എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഞാൻ എന്താ ഉത്തരത്തിലേക്ക് കിടക്കുകയാണ്. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് അല്ലെ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആണ്. സെക്ഷൻ 15 ആണ് അല്ലെ. സെക്ഷൻ 15 ആണ്. സെക്ഷൻ 15ലാണ് എന്ത് പറയുന്നത്? ജഡ്ജിക്ക് നീതിന്യായപരമായിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യം പ്രവർത്തിക്കുമ്പോൾ ന്യായാധിപൻ ചെയ്യുന്ന യാതൊന്നും കുറ്റകരമല്ല എന്ന് പ്രതിപാദിക്കുന്ന എന്താണ്? സെക്ഷൻ 15 ആണ്. 14ാമത്തെ ചോദ്യം ഇതാണ്. താഴെ പറയുന്ന, ഇനി താഴെ കുറച്ച് കണ്ടീഷൻസ് പറയും, അതിൽ ഏതൊക്കെയാണ് ഒരു വ്യക്തിക്ക് സ്വകാര്യ പ്രതിരോധം നടത്താൻ കഴിയുന്ന സിറ്റുവേഷൻസ് എന്നാണ് നിങ്ങൾ കണക്കാക്കേണ്ടത്. സെൽഫ് ഡിഫൻസ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻസ് ഈ പറയുന്നവയിൽ ഏതൊക്കെയാണെന്നാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്.
അപ്പൊ 4 സ്റ്റേറ്റ്മെന്റുകൾ പറയുന്നുണ്ട്. ഈ സ്റ്റേറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റുകളിൽ നിങ്ങൾക്ക് സെൽഫ് ഡിഫൻസ് ചെയ്യാമെന്ന് കണ്ടെത്തുക. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, അക്രമം അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു അക്രമം സംഭവിച്ച വ്യക്തിയുടെ മരണം അല്ലെങ്കിൽ അക്രമം സംഭവിച്ച വ്യക്തിയുടെ മരണം സംഭവിച്ചേക്കാം എന്ന ഭയം സൃഷ്ടിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണമാണെങ്കിലോ, അല്ലെങ്കിൽ കഠിനമായ ദേഹോപദ്രവം ഉണ്ടാക്കുമോ എന്ന ഭയം സൃഷ്ടിച്ചുകൊണ്ടുള്ള ആക്രമണമാണെങ്കിലോ, ബലാത്സംഗം ചെയ്യുവാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണമാണോ ആണെങ്കിലോ, അല്ലെങ്കിൽ ചെറിയ വാക്ക് തർക്കം, ഇതിൽ ഏതിലാണ് നമുക്ക് ഏതൊക്കെ കണ്ടീഷൻസ് അല്ലെങ്കിൽ ഏതിലൊക്കെ നമുക്ക് സെൽഫ് ഡിഫൻസ് ഉപയോഗിക്കാൻ കഴിയുമെന്നാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മരണം സംഭവിച്ചേക്കാമെന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ആക്രമണം നടന്നാലോ, അല്ലെങ്കിൽ കഠിനമായ ദേഹോപദ്രവം ഉണ്ടാക്കുമോ എന്ന ഭയം സൃഷ്ടിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണം നടന്നാലാണോ, അതോ ബലാത്സംഗം ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണം നടന്നാലാണോ, അതോ ചെറിയ വാക്ക് തർക്കത്തിലാണോ, ഇതിൽ ഏതിലാണ് നമുക്ക് ഈ പറയുന്ന സെൽഫ് ഡിഫൻസ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന വകുപ്പ് ഏതാണ്, അല്ലെങ്കിൽ കണ്ടീഷൻസ് ഏതൊക്കെയാണ്? നമുക്കറിയാം, ഞാൻ ഉത്തരത്തിലേക്ക് കടക്കുകയാണ്. ഒന്നാമത്തെ സിറ്റുവേഷൻ സെൽഫ് ഡിഫൻസ് ഉപയോഗിക്കാൻ കഴിയും. കാരണം എന്താണ്? അവിടെ വ്യക്തിയുടെ മരണം സംഭവിച്ചേക്കാം എന്ന് പറയുന്ന ഭയം അവിടെ ഉണ്ടാവുകയാണ്. സെൽഫ് ഡിഫൻസ് നമുക്ക് നടത്താം, അല്ലെ? അടുത്ത്, കഠിനമായ ദേഹോപദ്രവം ഉണ്ടാക്കുമോ എന്ന് പറയുന്ന ഭയം സൃഷ്ടിച്ചാൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാം? അവിടെ സെൽഫ് ഡിഫൻസ് നടത്താനായിട്ട് കഴിയും. ബലാത്സംഗം ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ആക്രമണമാണെങ്കിലും നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ കഴിയും? സെൽഫ് ഡിഫൻസ് നടത്താനായി കഴിയും. ചെറിയ വാക്ക് തർക്കമാണെങ്കിൽ അവിടെ സെൽഫ് ഡിഫൻസിന്റെ ഒക്കെ ആവശ്യമുണ്ടോ? ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനും കൂടി തമ്മിൽ വാക്ക് തർക്കമാണ്, എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുകയാണ്, ഒരു ഭയവും ഇല്ല, അങ്ങനെയുള്ള ഒരു കാര്യവും ഇല്ലാതെ നമുക്ക് അവിടെ സെൽഫ് ഡിഫൻസ് നടത്തേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലുമില്ല. നാലാമത്തെ കണ്ടീഷനിൽ നമുക്ക് സെൽഫ് ഡിഫൻസ് ഉപയോഗിക്കാൻ കഴിയില്ല. അങ്ങനെ വരുമ്പോഴത്തേക്കും ഉത്തരം വരേണ്ടത് 1, 2, 3 എന്ന് പറയുന്ന ഉത്തരം. ഓപ്ഷൻ ഡി എഴുതിയവർക്ക് ഇതിനകത്ത് ശരി ഉത്തരം കിട്ടുന്നുണ്ട്. ഓക്കെ ആണേ? ക്ലിയർ അല്ലേ? ഓക്കെ, ഈ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പഠിച്ചോ. ഓക്കെ, 15ാമത്തെ ചോദ്യം, ഒരു സിറ്റുവേഷൻ പറയുകയാണ്. ഇവിടുത്തെ സിറ്റുവേഷനിലെ ഇര എന്ന് പറയുന്ന നിങ്ങൾക്ക് വേണ്ടി ഞാൻ തന്നെയാണ് നിങ്ങളുടെ ഇര. ഓക്കെ, അപ്പോ സിറ്റുവേഷൻ ഇതാണ്. ഹരിയെ എന്ത് ചെയ്യുന്നു? ഒരു ജനക്കൂട്ടം ആക്രമിച്ച് കൊലപ്പെടുത്താനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോ ആ ഒരു സിറ്റുവേഷനിൽ ജനക്കൂട്ടത്തിനെതിരെ വെടിയുതിർക്കാതെ അയാൾക്ക് തന്റെ സ്വകാര്യ പ്രതിരോധം അവകാശം ഫലപ്രദമായി വിനിയോഗിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ വരികയാണ്. ഓക്കെ, പക്ഷെ അങ്ങനെ വെടിയുതിർക്കുന്നതിലൂടെ ഹരിയുടെ ഏതെങ്കിലും അല്ലെങ്കിൽ ഈ വെടിയുതിർക്കുന്നതിലൂടെ ഹരി ഏതെങ്കിലും ഒരു കുട്ടിയെ ഉപദ്രവിച്ചാൽ അത് കുറ്റകരമാകുന്നില്ല എന്ന് പ്രതിപാദിക്കുന്ന BNS വകുപ്പ് ഏതാണ്? ഇതിൽ ശ്രദ്ധിക്കേണ്ടത്, ഈ പറയുന്ന വ്യക്തി അല്ലെങ്കിൽ ഹരി എന്ന് പറയുന്ന വ്യക്തി യാതൊരു കുറ്റവും ചെയ്യാത്തൊരു വ്യക്തിയാണ്. അപ്പൊ അങ്ങനെ ഒരു വ്യക്തിയെ ഒരു വയലന്റ് മോബ് അല്ലെങ്കിൽ എന്താണ് ഒരു അക്രമകാരിയായ ഒരു ജനക്കൂട്ടം ആക്രമിക്കാൻ വരുമ്പോഴത്തേക്കും അവിടെ തന്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ജനക്കൂട്ടത്തിനെതിരെ വെടിവെക്കാതെ പറ്റത്തില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരെയാണ്. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ ജനക്കൂട്ടത്തിൽ ഒരു കുട്ടി ഉണ്ടെന്നുണ്ടെങ്കിലും അഥവാ നമ്മൾ ആ വയലന്റ് മോബിനെ നമ്മൾ അറ്റാക്ക് ചെയ്യുമ്പോൾ കുട്ടിക്കാണ് എന്തെങ്കിലും പറ്റിയാലും അതൊരിക്കലും കുറ്റകരമായിട്ട് കണക്കാക്കാൻ കഴിയില്ല എന്ന് പ്രതിപാദിക്കുന്ന BNS വകുപ്പ് ഏതെന്നാണ് ചോദ്യം. അപ്പൊ ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റുകൾ, ഇങ്ങനത്തെ സിറ്റുവേഷൻസ് തന്നിട്ടായിരിക്കും നിങ്ങൾക്ക് അവിടെ ചോദ്യം വരിക. ഓക്കെ, അപ്പോ 15ാമത്തെ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾക്ക് കിട്ടി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഉത്തരം മനസ്സിലായോ? ഏതാണ് വരുന്നത്? സെക്ഷൻ 44 അല്ലേ? 44, ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. സെക്ഷൻ 44 എഴുതിയവർക്ക് ശരി ഉത്തരം കിട്ടുന്നുണ്ട്. ഓക്കെ ആണേ? ക്ലിയർ ആണേ? അപ്പോ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തത് 15 ചോദ്യങ്ങളാണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾ ചെയ്യേണ്ടത് ഈ പറയുന്ന 15 ചോദ്യത്തില് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? ഇപ്പൊ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് എത്രയും വേഗം തന്നെ കമന്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ മോഡൽ എക്സാം യൂസ്ഫുൾ ആയോ, ഉപകാരപ്പെട്ടോ, ഇനിയും മോഡൽ എക്സാംസ് ചെയ്യണോ, അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. നിങ്ങളുടെ മാർക്ക് നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. കൂട്ടുകാരിലേക്ക്, നിങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പുകളിലേക്കും ചാനലുകളിലേക്കൊക്കെ നമ്മുടെ ഈ ഒരു മോക്ക് ടെസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തെത്തിച്ചു കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യെങ്കിൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഉടനെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കത്തുള്ളൂ. നമ്മുടെ ഫോഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും വേഗം ജോയിൻ ചെയ്യുക. എത്രയും വേഗം ജോയിൻ ചെയ്ത് ക്ലാസ്സുകളും നോട്ട്സും ഒക്കെ ഫോളോ ചെയ്ത് പോവുക. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലീസും അതുപോലെ തന്നെ എക്സൈസും ഫയർമാനും ഫയർ വുമണും അതുപോലെ തന്നെ ബീറ്റ് ഫോറസ്റ്റും ഫയർമാൻ ഡ്രൈവർ, അതുപോലെ തന്നെ നമ്മുടെ ഫയർഫോഴ്സ് CPO ഡ്രൈവർ, അതുപോലെ തന്നെ നമ്മുടെ സബ് ഇൻസ്പെക്ടർ മെയിൻസ്, എല്ലാ നമ്മുടെ ഈ പറയുന്ന സ്പെഷ്യൽ ടോപ്പിക് അവൈലബിൾ ആണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും വേഗം ജോയിൻ ചെയ്യുക. അപ്പൊ എന്തായാലും മറ്റൊരു വീഡിയോയും ക്ലാസ്സും ഒക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.